A for apple. B for Bhargav Rama. C. Chinmay Rama. D. Dasaratha Rama. E. Ishwar Rama. F. Falguna Rama. G. എങ്ങോട്ടാ പോകുന്നത് കണ്ടില്ല. ഇങ്ങനെ ഇസഡ് വരെ പോകും രാമൻ. ഇതൊന്നും രാമൻ അറിയുന്നില്ലെന്ന് മാത്രം. എല്ലാ മതക്കാരും കൂടി ഒന്ന് ആദ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വർഗീയ വിഷമാക്കി എടുക്കാം ഇന്ത്യനെ. ഓക്കെ. O. Sankara Rama. P. Ushatti Rama. Q. ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ ഇതല്ല ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ അത് കണ്ടേച്ച് ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. നല്ല ആശയം കുളത്തരാണ് അച്ഛൻ പറയുന്നത്. പിന്നെ കറുത്ത ഡ്രസ്സ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കുട പോലും ചൂട് നടക്കാൻ പറ്റത്തില്ല. അച്ഛനൊരു കാലം കൂടെ അങ്ങോട്ട് നടക്കണം. പിശാശിന് ഇങ്ങനെ പിടിച്ചാൽ നടക്കും വെയിലത്ത്. എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്? വിവരക്കേട് പറഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് എന്റെ കയ്യിലൊക്കെ കിട്ടിയാൽ ഞാൻ എടുത്തലക്കും. അപ്പൊ നിങ്ങൾ ഏതായാലും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അച്ഛന്റെ പേര് കേൾക്കാൻ വേണ്ടിയാണ്. വെയിറ്റ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പൈസ ഏൺ ചെയ്യാൻ പറ്റി അങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രം അതിനകത്ത് പറഞ്ഞാൽ മതി. ക്രിക്കറ്റ്, ടെന്നീസ്, ഫുട്ബോൾ അങ്ങനെ ഏത് ഗെയിം ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. അതല്ല ഗെയിം കളിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതെങ്കിൽ യന്ത്രബന്ധം, ലുഡോ, ഏവിയേറ്റർ ഇതെല്ലാം ഇതിനകത്തുണ്ട്. 24 hours വിഡ്രോവൽസ് ആൻഡ് ഡെപ്പോസിറ്റ് അവൈലബിൾ ആണ്. 50,000-ഓളം ജോയിനിങ് ബോണസ് വരുന്നതാണ്. വിൻബസ് നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ട് തരുന്നുണ്ട്. സോ വൈ വെയിറ്റ്? ലിങ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. വിൻബസ് ഈസ് ദേർ ഫോർ യു. ആ അച്ഛന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അച്ഛന്റെ പേര് പറഞ്ഞ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അച്ഛനെ നിങ്ങൾക്ക് അറിയാമുള്ള അത് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അബേഡ് ധ്യാന കേന്ദ്രം കൂടിയിട്ടുള്ളവർക്ക് മാത്രമേ ഞാൻ ഏതച്ഛനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാകത്തുള്ളൂ. മണ്ടത്തരം എല്ലാവർക്കും പറ്റില്ല, എനിക്കും പറ്റാറുണ്ട്. അപ്പൊ അച്ഛനും മണ്ടത്തരം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിട്ടുണ്ട് കേട്ടോ. നിന്റെ മേൽ അധികാരമാണെന്ന് ഞാൻ പ്രസംഗിച്ചത്. ചൊല്ലിവിട്ട സാധനത്തെ മടക്കി വിടാൻ നോക്കി വിടാം. പണ്ടത്തെ പോലെ ആൾക്കാരെ പറ്റിക്കാന്ന് ഇപ്പൊ വിചാരിച്ചിരുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും. ഇതാണ് ഈ മുടിയുടെ പ്രശ്നം. കണ്ടോ, ഇപ്പൊ സിബില് കുരുങ്ങി. ഇതിനെ ആരെ ഇങ്ങോട്ട് ഇപ്പൊ വിളിച്ചേ? ഭക്ഷണം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം, ബിക്കോസ് പ്ലേറ്റിലോട്ട് മുടി വീഴരുത്. പിന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ സൂക്ഷിക്കണം, ബിക്കോസ് അതിലോട്ട് മുടി വീഴരുത്. അങ്ങനെ കഷ്ടപ്പാടാണ് ജീവിതം. മതപരമായിട്ട് ആൾക്കാർ ഊഹിക്കൊണ്ടിരിക്കുമ്പോ എന്തിനാ ഈ മതം പൊട്ടേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നെ കണ്ടിട്ട് ഞാൻ ഒട്ടും കഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒട്ടുമില്ല. നമ്മളെല്ലാരും പിന്നെ അല്ല, എന്തുമാത്രം കഷ്ടപ്പാട് കഴിച്ചാൽ ഇങ്ങനെയൊക്കെ ആയെന്നറിയാവോ? കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ. അതെ, ഇപ്പൊ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഓരോരോ കഷ്ടപ്പാടുകൾ വരുന്നത് അല്ലേ? നല്ലൊരു നടിയായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ച് അങ്ങോട്ട് പോയി. അപ്പൂപ്പൻ താടി പോലെ പറന്നു പറന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറപ്പിച്ചു തരാം. പറ്റണില്ല. ഊക്കി പറപ്പിക്കാം. പറക്കാൻ പറ്റണില്ല. എന്റെ അടുത്തേക്ക് വാ, പറപ്പിക്കും ചോക്കോ. പറ്റാണ്ടായിരിക്കണോ എനിക്ക്? വയ്യണ്ടായി. P. Ushatti Rama. Q. Kusalavara Rama. R. Raghukula Rama. S. കഴിഞ്ഞ വീഡിയോയുടെ അടിയിലും കുറച്ച് പേര് കമന്റ് ചെയ്തേക്കാണ് അതൊക്കെ അവരുടെ വിശ്വാസമല്ല, നിനക്ക് എന്താണ്? എല്ലാ മതക്കാരും ഇത് തന്നെ പറയുന്നത്. മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഇതൊക്കെ ഞങ്ങളുടെ വിശ്വാസമല്ല ചേട്ടാന്ന്. Very good. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ചോറെല്ലാം കൂടി ഒരു വാഴയിലേക്കകത്തിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമായിരുന്നു. ഇങ്ങനെ പോയാലുള്ള അവസ്ഥ എന്താകുമെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. V. Vasco da Gama. കിരഞ്ഞു പോവും ഇത് കേട്ടാൽ. ഒന്നൊന്ന് കാരണമല്ലോ. 2017 ഏപ്രിൽ 24 ഞാൻ മരണപ്പെട്ടുപോയി. മരണപ്പെട്ട് 2 ദിവസം എന്റെ വീട്ടിൽ കിടന്ന് എന്റെ കുഞ്ഞുങ്ങൾ മരിച്ച ഏപ്രിൽ 24 ഞാൻ മരണപ്പെട്ടുപോയി. മരണപ്പെട്ട് 2 ദിവസം എന്റെ വീട്ടിൽ കിടന്ന് എന്റെ കുഞ്ഞുങ്ങൾ രണ്ടും ചത്ത വെണ്ണമ്പുള്ളയുടെ വീഡിയോ ആണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. ആൺമക്കളാണ്. 2 പേരും ഖത്തറിലാണ്, ഗൾഫിലാണ്, ഹസ്ബൻഡ് വെളിയിലാണ്. അങ്ങനെ ഇരുന്ന നാട്ടുകാരെ എന്റെ സ്റ്റാഫ് ആരോ പറഞ്ഞറിഞ്ഞിട്ട് പോലീസിനെ വിവരം അറിയിച്ചു. ആൾ മരിച്ചുപോയി, അറിയിക്കേണ്ടവരെ അറിയിച്ചു. ലോക്കൽ ടിവിയിൽ വന്നു ഡോക്ടർ മരിച്ചുപോയി എന്നുള്ളതിൽ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എന്നെ മോർച്ചറി വെക്കാൻ കൊണ്ടുപോവുകയാണ്. ഇത് കരയണോ ചിരിക്കണോ? അവിടെ ആദ്യത്തെ ഇതിലിട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മരിച്ചുപോയി. അപ്പൊ കാരിത്താസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നത്? അപ്പൊ പുറകെ ഇരിക്കുന്നവർക്കൊന്നും ചിരി പോലും വരുന്നില്ലെന്ന് ഓർക്കുമ്പോ എന്തൊരു അവസ്ഥയാ. ചത്തവരിരുന്ന് സംസാരിക്കുന്നു, എന്തൊരു മണ്ടത്തരമൊക്കെ വിളിച്ചു കൂവുന്നത്. എന്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ എന്നോടത്ത് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാ. ഇപ്പൊ അവർക്ക് വിഷമമുണ്ടാവും. അവിടുത്തെ സ്റ്റാഫിന് ബോഡി ക്ലീൻ ചെയ്യുമ്പോൾ കാലിലൊരു അനക്കവോ എന്തോ അവർക്കൊരു തോന്നി. കരഞ്ഞു ഞാനൊരു പരിവാഹം കേട്ടോ. ഉടനെ ഡോക്ടറെ അറിയിച്ചു. അവരിട്ട് നോക്കുമ്പോ അത്രയും നേരം കിട്ടാത്ത മൂവ്മെന്റ് എന്റെ മോണിറ്ററെ കിട്ടി. മാതാവിനെ നേരിട്ട് കണ്ടു, ശിവനെ നേരിട്ട് കണ്ടു, കൃഷ്ണനെ നേരിട്ട് കണ്ടു, കണ്ണനെ നേരിട്ട് കണ്ടു. അതിലൊന്നിന് നീല നിറം. നിങ്ങൾ ഈ പറയുന്ന ദൈവം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്.
അത് വെച്ചൊന്ന് സ്വയം ചിന്തിക്കാനുള്ള കഴിവ് പോലും ഇല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിൻ്റെ ഒപ്പം തുള്ളാൻ നിൽക്കുന്നത് എന്തൊരു കഷ്ടമാണ്. അവിടുന്ന് എൻ്റെ എല്ലാവരും മക്കളൊക്കെ വെളിയിലാണ്ട് വരാൻ താമസം വീട്ടുകാരെ എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആളും മരിച്ചുപോയി എന്നാണ്. അവിടുന്ന് ആ രാത്രി തന്നെ ഇതൊക്കെ അവരുടെ വിശ്വാസങ്ങളാണ്, ഇതിന്മേലൊന്നും തൊടല്ലേ. അവരെല്ലാവരും കൂടെ കൂടി അമൃതയിലേക്ക് എന്നെ കൊണ്ടുപോയി ഡോക്ടറെ എടുക്കുമ്പം പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അസുഖങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു മെനിഞ്ചൈറ്റിസിനെ ഇതുപോലെ വേറെ കണ്ണുമുള്ള ഒരു വീഡിയോ ഉണ്ട്. കണ്ണനെ നേരിട്ട് കണ്ടത് വല്ല അണ്ണാര കണ്ണനും ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. 22 വയസ്സാണ് മാക്സിമം പ്രായം. ഒരു ആൺകുട്ടിക്ക് അതിനപ്പുറം നീങ്ങരുത് കല്യാണ പ്രായം. 22 വയസ്സാകുമ്പോ ഉടനെ തന്നെ നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കണം ആൺകുട്ടികൾക്ക്. നമുക്കൊക്കെ പെണ്ണെവിടെ ഉസ്താദേ? അങ്ങനെ നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഉപ്പമാരി കുട്ടി പഠിക്കാണല്ലോ, ഇവനിങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെ പെണ്ണിനെ നോക്കുക, ചെലവങ്ങനെ നോക്കാന്ന് നിങ്ങൾ ടെൻഷൻ വേണ്ട. അള്ള പറയാണ്, ഞാൻ പൈസ തരാം. എന്തൊരു ഈസി ആയിട്ടാ പറഞ്ഞത്. അല്ലാഹുവിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? കുറച്ചുകൂടി അറിയപ്പെടുന്ന ഒരു ഉസ്താദാണ് പറയുന്നതെങ്കിൽ കേരളത്തിലുള്ള എല്ലാം കൂടി കെട്ടിച്ചു കൊടുക്കും. ഞാൻ മരണപ്പെട്ടു പോയി. കല്യാണം വളരെ വേഗം കഴിപ്പിച്ചാല് മക്കളൊക്കെ പള്ളിയോടും മദ്രസയോടും നാടിനോടും കുടുംബത്തോടൊക്കെ നല്ല ബന്ധമുണ്ടാവും. എല്ലാം നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, മക്കളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടിച്ചോളൂ. പിന്നെ ശുഭം, നിങ്ങൾ ഏത് മതത്തിലുള്ള ആളാണെങ്കിലും നിങ്ങൾ അതിൽ വിശ്വസിച്ചോളൂ. പക്ഷേ മതമല്ല പഠിപ്പിക്കേണ്ടത്, മര്യാദയാണ്. നിങ്ങൾ നിങ്ങളുടെ മതത്തോട് മര്യാദ പഠിപ്പിക്കും. കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവരാണ് ഇവിടെ അലവലാദികളായി തണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അല്ലാഹുവിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അങ്ങനെ കഴിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് പൈസ തരും. ഇവന് വയറിന്റെ പ്രശ്നമുണ്ട്, അസിഡിറ്റിയാണ്. നിന്റെ അസുഖം ഇപ്പൊ അമ്മ മാറ്റി തരും. നിന്റെ സകല അഭ്യാസം ഉണ്ടോ അമ്മ ഇപ്പൊ എടുത്ത് കളയിരിക്കേ. ഇവിടെ നീ ഡോക്ടർമാർക്ക് വെറുതെ പൈസ കൊടുക്കുമല്ലേ, അമ്മയ്ക്ക് കൊടുക്കുക, ലക്ഷണം കൊടുക്കും. അതെ, അമ്മ തുടങ്ങാൻ പോവുകയാണ്, ഇനി എന്ത് സംഭവിക്കും? ഞാൻ മിണ്ടുന്നില്ല. ഒരുപാട് ആശുപത്രി വയ്യായിരുന്നോ? കുറച്ച് ദിവസം വയ്യേ, വയറ്റിന് പ്രശ്നം. ബീഫൊക്കെ കഴിക്കുമോ? അത്യാവശ്യം കഴിക്കണം. എന്തെങ്കിലും എനിക്ക് തോന്നുന്നുണ്ടോ? മിണ്ടരുത്. സോറി, എഴുന്നേറ്റ് നിൽക്കോ. പിടിക്കണോടാ വയറ് തൊട്ട്. ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടോ? ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടല്ലോ. അല്ല അങ്ങനെയല്ല, ഇപ്പൊ നിനക്ക് വേറെ പ്രശ്നം ഇല്ലല്ലോ. ഇവിടെ വന്നതിന് ശേഷം ഇല്ലല്ലോ. നേരത്തെ ഉണ്ടായിരുന്നോ? കുറച്ച് നേരത്തെ വണ്ടി ഇറങ്ങുമ്പോൾ ഒരു ഗിർഗിർ സൗണ്ട്, ഒരു ശബ്ദം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കിട്ടി. അമ്മ ഏമ്പക്കം വിടുന്നു. നിന്റെ സംഭവം അങ്ങോട്ട് പോയി. ആ ശബ്ദം എനിക്ക് പോയി, അങ്ങോട്ട് പോയി. കണ്ട തൂറ്റിലുള്ളവർ വേഗം ചെല്ലും. എനിക്കിനി പ്രശ്നമില്ല. അമ്മ ഏമ്പക്കം വിട്ടു. അമ്മ നിന്റെ അസുഖം മൊത്തം അമ്മ എടുത്തു. വയറിളക്കായിട്ട് പോകാൻ അല്ലെങ്കിൽ തള്ള തൂർത്തേ. നീ ഡോക്ടർമാർ കൊടുത്തതിന്റെ ഒരു കാലസമാനം ദക്ഷിണ അമ്മ കിട്ടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. ഉണ്ടോ? ഇപ്പൊ നിന്റെ അസുഖം മാറ്റി അമ്മ തൊട്ടിരിക്കുക. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ മരണപ്പെട്ടു പോയി. അവൻ വീണ്ടും ഓൾറെഡി ഒരു അപകടം കഴിഞ്ഞവനല്ലേ, അവനെ വീണ്ടും അങ്ങോട്ട് ചാടിയതിനാ ആരാണ്ട് രക്ഷിച്ച് കാണുന്നില്ല. അവനോട് പോയി ഓ ഭഗവാൻ, അവനെ ശ്രീകൃഷ്ണനാണ് രക്ഷപ്പെടുത്തിയത്. ഹനുമാൻ രക്ഷപ്പെടുത്തി. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, നീ 1-2 തവണ അല്ലല്ലോ ആ മണ്ടത്തരം കാണിക്കാൻ പോയത്. അതിനുള്ള തിരിച്ചറിവ് നിന്റെ ദൈവം നിനക്ക് തന്നില്ലേ? ഇത്ര ഊളത്തരം കാണിച്ചിട്ട് അവസാനം മാത്രം രക്ഷിക്കാൻ കാണിച്ച ദൈവത്തിന്റെ ഊഞ്ഞ മനസ്സ്. ചത്ത് കഴിയുമ്പോഴാണോ തിരിച്ചറിവ് തരുന്നത്? അത് ചാവുന്നതിന് മുമ്പ്. ചത്ത് കഴിഞ്ഞാൽ പറയുന്നത് എല്ലാം ദൈവത്തിന്റെ വിളയാട്ടം. എന്തോന്നുള്ളത്? സ്വയം ഒന്ന് ചിന്തിക്കണേ. സവാളയും ചപ്പാത്തിയോ എങ്ങനെ കഴിക്കുന്ന ആൾക്കാർ അതാരാണെന്ന് നോക്കി. ചക്കാരനാണോ? അശ്വം. ഒരു സവാളയും ചപ്പാത്തിയും കൂടെ എടുത്തേ. കൊള്ളാലോ. മൈലാഞ്ചി ഇട്ട രാമന്റെ കയ്യിലും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നു. കൃപാസനത്തെ പറ്റി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് സംസാരിച്ചു. ആ കുട്ടി പറയുകയാണ്, മാതാവിന്റെ ഉടമ്പടി എടുത്ത് ഞാൻ നടക്കാത്തായിട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും എന്നാൽ മാതാവിന് മാറ്റിക്കൂടെ? അപ്പൊ പറയുകയാണ്, അല്ലല്ല, അത് എല്ലാവരും ശ്രമിക്കണം, എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ മാതാവ് അനുഗ്രഹിക്കത്തുള്ളൂ. അതിനേക്കാൾ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കൃപാസനത്തിന്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ആക്സിഡന്റ് ആവുന്ന ആൾക്കാർ മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നിങ്ങൾ എന്തൊക്കെ അത്ഭുതം നടക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞാലും അവിടെയൊക്കെ ഓരോ രീതിയിൽ അപകട മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും മാതാവ് കാണാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. ഇതിലേക്കുള്ള എനിക്കിത് കാണിക്കുകയല്ലാണ്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നും കഴിയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ധവിശ്വാസിയായി മാറും. ഞാനിപ്പോൾ കുറെ പേരുടെ കണ്ണിൽ അന്ധവിശ്വാസിയെ കഴിഞ്ഞു. പടച്ചോനെ, ഭർത്താവേ,
ഗുരുവായൂരപ്പ നീ ഇത് കാണുന്നില്ലേ? കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിക്കുന്നേക്കാളും നല്ലത് നമുക്ക് നോർമൽ റീൽസ് കണ്ട് ചിരിച്ചു പോകുന്നതല്ലേ നല്ലത്. ഏത് എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം. അത് കഴിഞ്ഞിട്ട് ആ ഓർമ്മകളൊക്കെ വലിച്ചെറിയാം. എന്നിട്ട് വീണ്ടും കണ്ടുപിടിക്കാം. പക്ഷെ നിങ്ങൾ എനിക്ക് തരും. അല്ല, സങ്കടമുണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ മൂക്കിൽ കൂടി എന്തിനാ കരയുന്നേ? കണ്ണീര് മൊത്തം മൂക്കിൽ കൂടിയാ പോകുന്നേ. സന്തോഷല്ല, മാത്രം ജന്മം മുഴുവൻ. മൂക്കൊന്ന് കഴുകുക കേട്ടോ, വേഗം പോയി കൊച്ചു മൂക്കൊന്ന് കഴുകുക. എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവാം. ഇതിനേക്കാളും നല്ലത് മതത്തിന് നോക്കണതാ. आंटी खड़ी क्यों है? എന്ത് കൊണ്ടാരാ കാണിച്ചത്? आप लोग बैठिए. എന്തോ കാണിച്ചു. ഇതെന്ത് കൊണ്ടാരോ? രണ്ടിന്റെ നോട്ടം അങ്ങോട്ട്. ഇതിനും ഭേദം മതങ്ങളെ കൂക്കണതാ. ഒരു രസം ഉണ്ടായിരുന്നത്. രണ്ടുപേർക്കും ഡ്രൈ സ്കിന്നുള്ള ചുണ്ടാന്ന് തോന്നുന്നു. ഇതിന്റെ പാർട്ട് 2 കാണാൻ വേണ്ടി അവരെ ഫോളോ ചെയ്യണം. എന്തെല്ലാം ടെക്നിക്കാണെന്ന് ആലോചിക്കണേ. ഭയങ്കരമാണോ ഭയങ്കരം. ആ പെൺകൊച്ചു കാണിക്കുന്നത് കാണാൻ ഇത്തിരിയെങ്കിലും മെനയുണ്ട്. എന്തുവായി മെഴുകുന്ന കിടന്നു അടിക്കണ ചുണ്ടിട്ട് പറക്കാൻ പറ്റണില്ല. എന്നാ ചേച്ചി, എന്നാ പറ്റി? കമന്റ് ബോക്സിനൊന്ന് പോട്ടെ. കത്തി തീർന്ന കമ്പത്തിരിക്കും കാണത്തില്ല ഒരു ചൂട്. പണ്ട് മറ്റേ ബാർമിക്കകത്തും കളിക്കുടക്കകത്തൊക്കെ ഇങ്ങനെ വഴി കാണിച്ചു കൊടുക്കത്തില്ല ചുണ്ടുകുറുക്കന്. അതാണോ? പറക്കാൻ പറ്റണില്ല. ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അറിയോ? PCC. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പെട്രോൾ പമ്പിൽ പോലും ജോലിക്ക് കൊടുക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു അതിന് മാത്രം ഇമ്പോർട്ടൻസ് ആണോ പെട്രോൾ പമ്പിലൊക്കെ ജോലിക്ക് കയറാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി PCC എങ്കിലും വേണം. ഒരു കുറഞ്ഞൊരു കോമൺ സെൻസ് ഇല്ലാത്തവന്മാരൊക്കെ പിടിച്ച് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ അതെ പവർ 95 ഒക്കെ എടുത്ത് എന്റെ മോനെ എന്തൊരു മണ്ടന്മാരാണോ ദൈവം നോർത്തിലേക്കൊക്കെ പോകുമ്പോ. നോർത്തിന് മാത്രമല്ല ഇവിടെ ഉണ്ട് ഇങ്ങനത്തെ കുറെ കാവടികൾ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങളൊക്കെ. കേട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം. സൗണ്ട് ചേഞ്ച് ചെയ്തത് അതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പാട്ടിനകത്ത് ചെറിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു മോട്ടിവേഷനൊക്കെ വരുത്തി എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. യു ഗൈസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ദാറ്റ്. അർജുൻ നാരായണൻ എന്തുവാണ് പേര്. കീപ് ഗോയിങ് കിട്ടിലും വോയിസ് ആണ്. ആൻഡ് കമന്റ് സെക്ഷനിൽ വരുന്ന ആൾക്കാരുടെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ചിന്തിച്ചിട്ട് ബോധത്തോടുകൂടെ കമന്റ് ചെയ്യും കേട്ടോ. പൊട്ടത്തരങ്ങൾ വിളിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. അതല്ലാതെ വെറുതെ കുറെ കൂടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യുകയും ചെയ്യത്തില്ല. ആൾക്കാർ നിങ്ങളെ തന്നെ നോക്കിയുള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ഇത്രയുള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. Bye for now. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു ദൈവമാണ് എന്നാണ് എല്ലാ മതക്കാരും വാദിക്കുന്നത്. അവരവരുടെ ദൈവം. അത് തന്നെ എന്തൊരു ഉള്ളത്തരാ. അള്ള പറയാണ് ഞാൻ പൈസ തരാം. കേട്ടിട്ടുണ്ട് കേട്ടോ.